നിങ്ങളുടെ ഓഫീസിലെ ഈയൊരു രംഗം ഒന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. പുതിയതായി ജോലിക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി അവരുടെ സീനിയർ മാനേജറെ വളരെ കാഷ്വലായിട്ട് ഹായ് ബ്രോ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് സീനിയറായ സഹപ്രവർത്തകർ നെറ്റിച്ചുളിക്കുന്നു, അല്ലേ? ഇങ്ങനെയൊരു സംഭവം ഇപ്പം പല ഓഫീസുകളിലും വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെയെല്ലാം ജോലിസ്ഥലങ്ങളിൽ ഈ രണ്ട് തലമുറകൾക്കിടയിൽ വളരെ നിശബ്ദമായി വളരുന്ന ഒരു പുതിയ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു വലിയ വിഷയത്തെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം നമ്മൾ ഓഫീസിലെ ഈ പുതിയ ഏറ്റുമുട്ടൽ എന്താണെന്ന് നോക്കും. പിന്നെ ബഹുമാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ മാറുന്നു എന്ന് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ജോലിയും ജീവിതവും തമ്മിലുള്ള ബന്ധം, ഇതിനിടയിലേക്ക് AI വരുമ്പോ എന്ത് സംഭവിക്കും, അവസാനം എങ്ങനെ ഇവർക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാമെന്നും നമ്മൾ നോക്കും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ കടക്കാം. ഓഫീസിലെ പുതിയൊരു യുദ്ധം. ഇതൊരു യുദ്ധം തന്നെയാണോ അതോ വെറും ഒരു തെറ്റിദ്ധാരണയാണോ? പല ഓഫീസുകളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാംസ്കാരിക ഏറ്റുമുട്ടലിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ സംഭവം. ആ ഒരൊറ്റ വിളിയില്ലേ ബ്രോ എന്ന്, അതിൽ തന്നെ എല്ലാം ഉണ്ട്. മില്ലേനിയൽസും അതിനു മുൻപുള്ള തലമുറയും വർഷങ്ങളായി കെട്ടിപ്പടുത്ത ആ ഔദ്യോഗികമായ കീഴ്വഴക്കങ്ങളെ പുതിയ തലമുറ വളരെ നിസ്സാരമായി ചോദ്യം ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇത് ബഹുമാനമില്ലായ്മയാണോ അതോ മാറുന്ന കാലത്തിന്റെ ഒരു സൂചനയാണോ? ആ സീനിയർ മാനേജർക്ക് ഒരുപക്ഷെ ഇത് തികഞ്ഞ അനാദരവായിട്ട് തോന്നാം. പക്ഷേ ബ്രോ എന്ന് വിളിച്ച ആ പുതിയ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു സൗഹൃദത്തിന്റെയും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന തോന്നലിന്റെയും അടയാളമാണ്. അപ്പോ ആരാണ് ശരി, ആരാണ് തെറ്റ്? ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു കാതലിലേക്ക് എത്തുന്നത്. എന്താണ് ശരിക്കും ഈ ബഹുമാനം? പ്രൊഫഷണലിസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇവിടെ മാറുകയാണ്, അല്ലേ? ഓരോ തലമുറയും ബഹുമാനത്തെ കാണുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഈ ഒരു താരതമ്യം നോക്കിയാല് സംഭവം ക്ലിയറാവും. മില്ലേനിയൽസിനെ സംബന്ധിച്ച് സർ എന്നും മാഡം എന്നുമൊക്കെ വിളിക്കുന്നതും ആ ഒരു സ്ഥാനത്തെ മാനിക്കുന്നതുമൊക്കെയാണ് ബഹുമാനം. പക്ഷെ ZZന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴോ അവർ ചോദിക്കുന്നത് എന്തിനാണിങ്ങനെ ഫോർമാലിറ്റി, ചെയ്യുന്ന ജോലിയിലല്ലേ കാര്യം എന്നാണ്. അവർക്ക് ആ ബ്രോ വിളി ഒരു ടീമാണെന്ന് തോന്നലുണ്ടാക്കാനാണ്. പക്ഷേ ഈ മാറ്റം വെറും സംസാരത്തിൽ മാത്രമല്ലാട്ടോ ഒതുങ്ങുന്നത്. അതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ളൊരു വ്യത്യാസമുണ്ട്. അതാണ് ജോലിയോടുള്ള ഇവരുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. നമുക്കതെന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വർക്ക് ഈസ് ലൈഫ്, അതായത് ജോലിയാണ് ജീവിതം എന്ന ചിന്താഗതിയിൽ വളർന്നവരാണ് പല മില്ലേനിയൽസും. ഒരു ലീവ് എടുക്കാൻ പോലും അവർക്ക് ചിലപ്പോൾ ചെറിയൊരു കുറ്റബോധമുണ്ടാവും. പക്ഷെ ജെൻസെറ്റിന്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് വർക്ക് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്, അതായത് ജോലി ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം. സ്വന്തം മെന്റൽ ഹെൽത്ത്, പേഴ്സണൽ ടൈം, അതിനാണ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ ഇന്ന് ലീവ് വേണം എന്ന് പറയാൻ അവർക്ക് വലിയ മടിയൊന്നും കാണില്ല. അപ്പൊ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? മാനേജർമാരുടെ പണി കൂടും, അല്ലേ? വെറുതെ ടാർഗറ്റും ഡെഡ്ലൈനും കൊടുത്താൽ മാത്രം പോരാ, ടീമിലുള്ളവരുടെ മൂഡും മാനസികാരോഗ്യവും ഒക്കെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജർ എന്നതിലുപരി ഒരു പാർട്ട് ടൈം സൈക്കോളജിസ്റ്റിന്റെ പണി കൂടിയാണിപ്പോ അവർക്ക്. അപ്പോ ഓഫീസിനകത്ത് ഇങ്ങനെ ഈ രണ്ട് തലമുറകൾ തമ്മിലുള്ള ഒരു ചെറിയൊരു സംഘർഷം നടക്കുമ്പോഴാണ് പുറത്തുനിന്ന് അപ്രതീക്ഷിതമായിട്ട് വേറൊരാൾ വരുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. 2026 ആവുമ്പോഴത്തേക്കും AI നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വലിയൊരു ശക്തിയാകും. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ജെൻസി ഇപ്പോൾ ചെയ്യുന്ന പല എൻട്രി ലെവൽ ജോലികളിലുമാണ്. അപ്പോ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? ഇവിടെയാണ് കളി ശരിക്കും മാറുന്നത്. അതായത് ഡേറ്റ എൻട്രി, ചെറിയ കോഡിംഗ്, ഇങ്ങനെയുള്ള പല ജോലികളും AIക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ AIക്ക് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ടീമിന്റെ കൂടെ സഹകരിച്ചു പോകാനുള്ള കഴിവ്, ഒരു പ്രശ്നം വരുമ്പോ അതിനെ പക്വതയോടെ നേരിടാനുള്ളൊരു കഴിവ്, ഇതൊന്നും AIക്ക് പകരം വെക്കാനാവില്ല. അതുകൊണ്ടാണ് വിദഗ്ധർ ഒരു മുന്നറിയിപ്പ് തരുന്നത്. ടെക്നോളജിയിൽ എത്ര കഴിവുണ്ടായിരുന്നാലും മാത്രം പോരാ. AIക്ക് പകരം വെക്കാൻ പറ്റാത്ത ഈ ഇമോഷണൽ സ്കിൽസ്, അതായത് വൈകാരികമായ പക്വത, അത് പുതിയ തലമുറയ്ക്ക് അത്യാവശ്യമായി വരും. എങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം ഒരു തലമുറ നല്ലതും മറ്റിത് മോശവുമാണെന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെ വേണ്ടത് ഒരു യുദ്ധമല്ല, ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. അപ്പോ ഈ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളെയും നമുക്കെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം? ഇതിനുള്ളൊരു പരിഹാരം വളരെ സിമ്പിളാണ്, പക്ഷെ നടപ്പിലാക്കാൻ കുറച്ചു ക്ഷമ വേണം.
രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. സീനിയേഴ്സ് എന്ത് ചെയ്യണം? പുതിയ തലമുറയുടെ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസിനും സ്വാതന്ത്ര്യത്തിനുമുള്ള ആവശ്യത്തെ ബഹുമാനിക്കണം. അതേസമയം പുതിയതായി വരുന്നവരെന്ത് ചെയ്യണം? ഒരു ഓഫീസിന്റെ ചിക്കകളും ഉത്തരവാദിത്തങ്ങളും എന്താണെന്ന് പഠിക്കണം. ഇതൊരു കൊടുക്കൽ വാങ്ങൽ പോലെയാണ്. ശരിക്കും ഏതൊരു കമ്പനിയുടെയും വിജയത്തിന് ഈ രണ്ട് ചിന്താഗതികളും ഒരുമിച്ച് പോയേ തീരൂ. മിലേനിയൽസിന്റെ അനുഭവസമ്പത്തും കഠിനാധ്വാനവും, ജെൻ സെഡിന്റെ പുതിയ ആശയങ്ങളും ടെക്നോളജിയിലുള്ള കഴിവും. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു സ്ഥാപനം ശരിക്കും മുന്നോട്ടു പോകുന്നത്. അപ്പൊ നമ്മളെ നിർത്തുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നമ്മളിപ്പോ സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ, ഈ ബ്രോ വിളിയും വർക്ക് ലൈഫ് ബാലൻസുമൊക്കെ നിങ്ങളുടെ ഓഫീസിലും നടക്കുന്നുണ്ടോ? ഈ ഒരു തലമുറ മാറ്റം നിങ്ങളും നേരിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.